ജനാധിപത്യത്തിന്റെ പൊതുപരീക്ഷയാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിൽ മധുരം, കയ്പ്, പുളി, എരിവ്, ഉപ്പ് വിവിധ ചേരുവകളിലുള്ള സർബത്തുകൾ നമുക്ക് കിട്ടുന്നു. സർബത്തുകളിൽ സർബത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കുലുക്കി സർബത്ത്. തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നോരാണെന്നും ചെയ്താവ്. വേര് പിടിച്ചവരെല്ലാരും നേരുമറച്ചവരാണല്ലോ. വോട്ടേറിയ സീറ്റേറിയ സ്വന്തം കാര്യം സിന്ദാബാദ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, കോത്താഴം പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് സ്വാഗതം. NREP മുന്നണിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആഞ്ഞിലിമൂട്ടിൽ അഞ്ഞൂറാനും IREP മുന്നണിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആനപ്പാറ അച്ചാമ്മയും പരസ്പരം കൊമ്പുകോർക്കുന്ന കോത്താഴം പഞ്ചായത്തിലെ 5ാം വാർഡായ പൂനാമൂച്ചി കുന്നിലേക്ക് അണികളിൽ ആവേശം നിറച്ച സ്ഥാനാർത്ഥികളെത്തുന്നു. കൂനാമുച്ചിയിലെ കരിമ്പാറകളെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് തരുണീമണികളെ ഈ കിള്ളിപ്പെടുത്തിക്കൊണ്ട് ഇതാ കിടന്നു വരുന്നു. മണ്ണിന്റെ നിറമുള്ള കള്ളിന്റെ മണമുള്ള നമ്മുടെ സ്ഥാനാർത്ഥി അഞ്ഞിലിമൂട്ടിൽ അഞ്ഞൂറൻ. നമ്മുടെ ചിഹ്നം കുന്തം. കുന്തമാണ് 2 മീറ്റർ നീളമുള്ള കുന്തമാണ്. അലുമിനിയം പൈപ്പിൽ തീർത്ത കുന്തമാണ്. ലുട്ടാപ്പി കയ്യിലേന്തും കുന്തമാണ്. വോട്ടു ചെയ്യാൻ നിങ്ങൾക്ക് കുന്തമാണ്. വോട്ടു ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് കുന്തമാണ്. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്നവനാണ് അഞ്ഞൂറാൻ. കേൾവിക്കാരുടെ ആവർത്തന വിരസത ഒഴിവാക്കാൻ അഞ്ഞൂറാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും അഞ്ഞൂറാൻ. ഒരു കോട്ട് പഴകുമ്പോൾ പുതിയ മറ്റൊന്ന്, ഇതാണ് അദ്ദേഹത്തിന്റെ പോളിസി. പ്രായമേറുന്നതിനനുസൃതമായി ഭാര്യമാരുടെ പ്രായം കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. അഞ്ഞൂറാൻ 50 വയസ്സുള്ളപ്പോൾ ഭാര്യ 42കാരി, 60-ാം വയസ്സിൽ 34കാരി, 70-ന് 28കാരി. ഇങ്ങനെ പോയാൽ 100-ാം വയസ്സിലെ ഭാര്യ അന്യസംസ്ഥാന തൊഴിലാളികളെ അതിർത്തിക്കപ്പുറം നിർത്തുന്നതിന് അതിനു തീർത്ത് 10 അടി പൊക്കത്തിൽ ഒരു വാൾ പണിയാനുള്ള ഹോളോ ബ്രിക്സും മെറ്റലും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറാൻ. ഈ മതില് പണിയുമ്പോൾ അന്യസംസ്ഥാനക്കാരിയായ സ്വന്തം ഭാര്യയെ അകത്ത് നിർത്തി പണിയാനുള്ള വിദഗ്ധരെ തിരയുകയാണ് അദ്ദേഹം. കളകളാരവങ്ങളുടെയും കലപില ബഹളങ്ങളുടെയും ശരവറ ശബ്ദങ്ങളുടെയും അകമ്പടിയോടെ കോത്താഴത്തിനെ രോമാഞ്ച കഞ്ചുകമണിയിച്ചുകൊണ്ട് ആനപ്പാറ അച്ചാമ്മ ഇതാ കടന്നു വരുന്നു. അച്ചാമ്മയുടെ ചിഹ്നം സീഡികളുടെ മഹച്ചരിതം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അച്ചാമ്മ ഇതാ സ്വന്തം സീഡിയുമായി കടന്നു വരുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണോദ്ഘാടനവും ആനപ്പാറയിൽ അച്ചമ്മയുടെ CD പ്രകാശനവും ഉണ്ടായിരിക്കുന്നതാണ്. അച്ചാമ്മയുടെ CD പ്രകാശിപ്പിക്കുവോ? സുന്ദരിയും സുശീലയും സുഹാസിനിയും സുമതിയും സുഭാഷണയും സുകുമാരിയും സുമിത്രയും സുചിത്രയുമായ സുച്ചാമ്മ അച്ചാമ്മ യുവാക്കളുടെ രോമാഞ്ചം 90-ലും 16-ന്റെ പ്രസരിപ്പ്. പ്രായം സുന്ദരിയാക്കിയ അപ്സര തിടമ്പ്. ചേട്ടാ, ഈ തിടമ്പെന്ന് പറഞ്ഞ ആനയുടെ തലയിലിടുന്ന സാധനമല്ലേ? മുൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാമാങ്കന തെങ്കാശി സ്ഫോടനത്തിന്റെ സീക്രട്ട് ഹൈജാക്ക് ചെയ്ത് കസ്റ്റഡിയിലാക്കി
ഒരു തിരുമണ്ടനെ വട്ടവും നീളവും ഓടിച്ച് നാട്ടുകാർക്ക് കണ്ടു രസിക്കാൻ അവസരമൊരുക്കിയ ഫലിതപ്രിയ രാഷ്ട്രതന്ത്രജ്ഞയാണ് നമ്മുടെ അമ്മച്ചി. പ്രസിഡന്റ് പദവിയിലിരുന്നു കൊണ്ട് ഹസ്ബൻഡ് കോണിക്കയിൽ പരസ്യമായി ക്ലിക്ക് ചെയ്ത് രസിച്ചപ്പോൾ വെറും നിക്കോണായി അവഗണിക്കപ്പെട്ടിട്ടും അതിൽ ആത്മനിർവൃതി കണ്ടവളാണ് അച്ചാമ്മ. അധികം ഞാൻ നീട്ടുന്നില്ല, എന്തെന്നാൽ നീട്ടാനില്ല. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പ്രസംഗങ്ങൾ കൊണ്ട് മുട്ടവിരിയില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കലാപരിപാടികൾക്ക് വേണ്ടി വഴിമാറിക്കൊടുക്കുകയാണ്. ഇനി ഗദപ്രസംഗമാണ്. ഗദപ്രസംഗത്തിലെ മുടിചൂടാമന്നൻ വാറ്റുകള്ളൻ പരമേശ്വരനാണ് ഗദപ്രസംഗം അവതരിപ്പിക്കുന്നത്. അയ്യോ, വാറ്റുകള്ളനല്ല, ആറ്റുവള്ളം പരമേശ്വരൻ. ഞാൻ വളരെ പ്രസിദ്ധനാ. എന്റെ കഥയുടെ പേര് 500 കുന്തം. ആരും അങ്ങോട്ട് തിരിയരുത്. പടിയിറങ്ങിപ്പോയ ഗദപ്രസംഗം ആർക്ക് വേണം? ഇവിടെ നിങ്ങൾക്കായി, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർക്കായി അച്ചാമ്മ ആന്റി എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അല്ലെന്ന്. വിഭവം. കേരളത്തിലും ഇന്ത്യയിലും പ്രസിദ്ധനായ ലോക പ്രശസ്ത ഓട്ടൻതുള്ളൽ വിദ്വാൻ തഞ്ചാവൂർ പി പൊട്ടൻ കൊണാണ്ടനും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ. ഇങ്ങോട്ട് തിരിയൂ. ഇവിടെയാണ് അച്ചാമ്മ ചരിതം 1-ാം രാത്രി. അത് രാത്രി എന്ന് പറയുന്നതല്ലേ ശരി? കാണികൾ 5-6 എങ്ങനെ ഞാനൊരു കഥയുര ചെയ്യും? 50 അടിക്കാൻ കാശില്ലാതെ തഞ്ചാവൂരിലിരിക്കും നേരം 50 അടിക്കാൻ കാശില്ലാതെ തഞ്ചാവൂരിലിരിക്കും നേരം അച്ചാമ്മച്ചി ഫുൾ ബോട്ടിലുമായിട്ട് എന്നെ വിളിച്ചു കൂടെ പോന്നു. ഹലോ സ്നേഹികളെ, കഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വാക്ക്. മരതകല്ലു പോലെ മാങ്ങാണ്ടിക്കൊള്ളു പോലെ വണ്ടി നടക്കുന്ന മനുഷ്യനിവൻ. 500 എല്ലാ വാർഡുകളിലും ചൂതാട്ട കേന്ദ്രങ്ങളും ഡാൻസ് ബാറുകളും കൊണ്ട് പറഞ്ഞ വിസ്മയം തീർക്കാൻ കഴിയുന്നവൻ. ഭാര്യമാരുടെ മാനസിക പീഡനം മൂലം അവശത അനുഭവിക്കുന്ന ഭർത്താക്കന്മാർക്കായി വാർഡുകൾ തോറും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുത്തിയിരിപ്പ് കേന്ദ്രങ്ങൾ. അതെ, അത് തന്നെ. ആരെയും അമ്പരിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ അറ്റത്തുനിന്നങ്ങോട്ട് കയ്യത്ത പൊക്കത്തിൽ മതിലു കെട്ടും. ബംഗാളിൽ നിന്നും ജോലിയും തെണ്ടി വരുന്നൊരെണ്ണത്തിന് കേറ്റത്തില്ല. സുർക്കി മിശ്രിതം കൂട്ടിക്കുഴച്ചങ്ങ് ഹോളോ ബ്രിക്സിൽ തേച്ചു വെക്കും. ബാറിലൊഴിവുള്ള കുപ്പികൾ ഓരോന്നും തല്ലിപ്പൊട്ടിച്ചങ്ങ് കുത്തി നിർത്തും. അങ്ങനെ കലാസ്നേഹികളെ, 500 ആളൊരു പുലിയാണ്. എലിമട കണ്ട പുലിമടയാണെന്ന് ഈ വിധമങ്ങനെ ചൊല്ലിയിടാമോ? മൂക്കിൽ പല്ലു കിഴുത്തൊരു നേരം 500 ബൂതിയുദിച്ചു. കോത്താഴത്തിലെ അത്താഴത്തിന് 500 സീറ്റും കിട്ടി. സീറ്റിൽ കയറിയിരിക്കും മുൻപേ അച്ചാമ്മച്ചി കയറിയിരുന്നു. നിർത്തട! അയാൾ അലറി വിളിച്ചു. സർവ്വതും ശാന്തമായി. ആണായി പിറന്നവൻ 500, അങ്കത്തട്ടിലിറങ്ങിയവൻ 500, ചുരികയും ചുറ്റികയും ചൂലും ചൂണ്ടുവിരലും ഒരുപോലെ ഉപയോഗിക്കുന്നവൻ 500. ഈ 500ന്റെ സമീപത്തേക്കാണ് നമ്മുടെ കഥാനായകി കടന്നു വരുന്നത്. 500 അച്ചാമ്മയുമായുള്ള മൽപ്പിടുത്തം അരങ്ങേറാനുള്ള സമയം ഇതാ അടുത്തടുത്തു വരുന്നു. ഭഗവതി അടിയനിൽ അടിവോടി നിത്തിരികരി
പണിയണമേ പറമേളം ചെണ്ടച്ചെങ്കില തിപ്പണി മത്തള മരമണി കിണികിണി പലതാളം തക്കിടകിട തകത ഒരു ഞൊടിയുടെ വിലയരുത് ഹോയ് അമ്മ ഹോയ് ഹോയ് അളവുകളുടെ ചുടുപകടകൾ ഉരുളണ ഒരു വരം ഇനി അതിനരുളണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി ആദ്യം തന്നെ കഥയുടെ അവസാനം പറഞ്ഞത് എന്റെ ഭാഗ്യം. എസ്കേപ്പ് എസ്കേപ്പ്. ഒരു തെരഞ്ഞെടുപ്പ് അടുക്കണ സമയത്തു വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. അടിപിടി ഇടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനു കൊടുക്കരുതോട്ട്. വെള്ളം ചിരിക്കുന്ന പുളുപടി നടത്തുന്ന മലതനു തരികില്ല നോട്ട്. അടിപിടി ഇടിയുടെ കൊടി കൊണ്ട് നടക്കും ഒരിടതനു കൊടുക്കരുതോട്ട്. വെള്ളം ചിരിക്കുന്ന പുളുപടി നടത്തുന്ന മലതനു തരികില്ല നോട്ട്. അങ്ങനെ വരുമ്പോ നമുക്കൊരു 850 ഭൂരിപക്ഷം കിട്ടും. സംശയിക്കാനൊന്നുമില്ല. ഒരു 900 ഭൂരിപക്ഷം ഉറപ്പാ. സ്നേഹമുള്ളവരെ, ഒരു ചരിത്ര നിയോഗം പോലെ വന്നെത്തി തന്റെ ദൗത്യം നിർവഹിച്ച് വീരചരമം പ്രാപിച്ച ആദരണീയനായ മൂഷികശ്രീക്ക് ഹൃദയപൂർവമായ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹം മാനവചരിത്രത്തിന്റെ ഏത് മുഹൂർത്തത്തിൽ നിന്നാണ് ഇവിടേക്ക് വന്നതെന്ന് നമുക്കറിയില്ല. മനുഷ്യാവബോധത്തിന്റെ ഏത് ചോദനയാണ് അദ്ദേഹത്തെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും നമുക്കറിയില്ല. കൊട്ടിഘോഷിക്കപ്പെടുന്ന ജനാധിപത്യ മൂല്യങ്ങൾ പാഴ്ക്കടലാസ് തുണ്ടുകളായി മാറുന്ന കാഴ്ച കണ്ട് നമുക്ക് നിസ്സംഗരായിരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളല്ലോ. അപ്പോഴും ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ആരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ചെയ്തത്? നാളത്തെ ചരിത്ര ഗവേഷകർ കണ്ടെത്തട്ടെ.